കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ഒരു അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവിടെയുണ്ടെന്ന വാർത്തകൾ കൃത്യമായി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അതെല്ലാം ചർച്ചയായതാണ്. അവരിതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തുള്ള ഏതാണ്ട് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്ന ഒരു വർത്തമാനം കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സിനിമാ താരം, അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാ അവിടെ പുതിയ പേരുകൾ വരുന്നു. നേരത്തെ കേട്ട പേരുകൾ നമുക്കറിയാം. അവിടെ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കെ മുരളീധരൻ, അങ്ങനെ ഒപ്പം തന്നെ ഇവിടെ കണ്ണൻ ഗോപിനാഥൻ അടക്കമുള്ളവരുടെ പലരുടെ പേരുകൾ അവിടെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോഴിതാ അതെല്ലാം മാറി ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമി, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഈ വാദങ്ങൾക്കെല്ലാം നേതൃത്വം വഴങ്ങിക്കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിൻ്റെ വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് സിനിമാ താരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇവിടെ വലിയ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതാണ്. അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴിതാ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള ചർച്ചയാകുന്നുണ്ട്. വൃത്തങ്ങളിൽ പറയുന്നതെല്ലാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് സിനിമാ താരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകാനുള്ള സന്നദ്ധത എല്ലാം അറിയിച്ചു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വർത്തമാനം എന്ന് പറയുന്നത്. ഇത് വെറുമൊരു അഭ്യൂഹം മാത്രമല്ല, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശക്തമായ പിന്തുണ രമേശ് പിഷാരടിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, രമേശ് പിഷാരടിക്ക് വേണ്ടി ഏറ്റവും അധികം വാദിച്ചതും ഏറ്റവും അധികം രമേശ് പിഷാരടി തന്നെ വരണമെന്ന് പറയുന്നതും അത് ഷാഫി പറമ്പിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രയത്നിച്ചത്, പ്രവർത്തിച്ചത്, അതെല്ലാം ചെയ്തത് ഷാഫി പറമ്പിലാണ്. ഗോഡ് ഫാദർ എന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്നാണ് ഷാഫി പറമ്പിലെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴിതാ രമേശ് പിഷാരടിക്ക് വേണ്ടിയും അതുതന്നെയാണ് ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത്. തൻ്റെ നാടായ അവിടെ പാലക്കാട് ഇനി ഞാൻ പറയുന്ന ആൾ മതി എന്ന തരത്തിലേക്ക് ഷാഫി പറമ്പിൽ വളർന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ അങ്ങനെ പറയുന്ന ആൾക്കാരെ ജയിപ്പിക്കാനുള്ള കഴിവും ഷാഫി പറമ്പിൽ ഉണ്ടെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോഴാ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അവിടെ വരേണ്ടത് രമേശ് പിഷാരടി തന്നെയാണെന്നാണ് ഇപ്പോഴാ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുന്നത് രമേശ് പിഷാരടിയുടെ പേര് കുറച്ചു കാലങ്ങളായി തന്നെ കേരളത്തിലെ പല പ്രധാന മണ്ഡലങ്ങളിലും കേട്ട് വരുന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം വെറുമൊരു സിനിമാക്കാരൻ എന്നതിലെല്ലാം ഉപരി രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിഷാരടിയുടെ ഓരോ ചർച്ചകളും എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഓരോ വേദികളിലെ പ്രസംഗങ്ങളും, അതിന് വേദികളിലെ പ്രസംഗമാണെങ്കിലും ചാനൽ ഫോണിലെ പ്രസംഗമാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഇൻ്റർവ്യൂകളാണെങ്കിലും എല്ലാം അത് വലിയ വാല്യൂ ഉള്ളതാണ്. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരേ സമയം കഴിയുന്ന വാക്കുകളാണ് രമേശ് പിഷാരടിയുടെ നാവിൽ നിന്നുമെല്ലാം എത്തുന്നത്. രാഷ്ട്രീയ എതിരാളികളെ പോലും മാന്യമായി പരിഹസിക്കാനും തൻ്റെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുകളുമുണ്ട്. വെറുമൊരു താരപ്രചാരകനെല്ലാം എന്നതിലെല്ലാം ഉപരി ഒരു ജനകീയ നേതാവിൻ്റെ പക്വത അദ്ദേഹം എപ്പോഴും കാട്ടിയിട്ടുമുണ്ട്, പലപ്പോഴും അത് പ്രകടിപ്പിക്കാറുമുണ്ട്. ആദ്യം പിഷാരടിയുടെ പേര് ഏറ്റവും കൂടുതൽ കേട്ടത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണല്ലോ തൃപ്പൂണിത്തുറ. അവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് നേരത്തെ തൊട്ട് കേൾക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. അവിടെ പിഷാരടിയെ പോലെ ഒരാൾ വന്നാൽ അത് വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് പാർട്ടിയും കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴാ കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ്. പാലക്കാട് മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ എംപിക്ക് വലിയ താല്പര്യമുണ്ട്. ഷാഫി പറമ്പിൽ എംപിയുടെ വാദമിത കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. ഷാഫിയുടെ ഒരു കടുംപിടുത്തം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. കാരണം പാലക്കാടിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പഴയതുപോലെയല്ല, അത് വളരെയധികം മാറിയിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിന് പ്രധാനപ്പെട്ട കാരണമെന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ തന്നെയാണ്. രാഹുൽ തന്നെ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പാലക്കാട് തന്നെ ഉണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൂടാതെ കേരളത്തിലുടനീളം അത് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് വട്ടം നമ്മളടക്കം ചർച്ച ചെയ്ത് പോയതുമാണ്. എന്നാൽ രാഹുലിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങൾ CPM വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം കരുതുന്നുമുണ്ട്. രാഹുലിനെ വീണ്ടും സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പാർട്ടിക്കെതിരെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡിനും വലിയ ധാരണയുമുണ്ട്. കാരണം മാധ്യമങ്ങൾ അത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഭ്രൂണം വരെ സൂക്ഷിച്ചു വെക്കുന്നുള്ള കഥകൾ വരെ മാധ്യമങ്ങൾ അടിച്ചിറക്കിയതാണ്. നമുക്കറിയാം, പീഡനത്തിനായ യുവതി അബോഷനായതിനു ശേഷം അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ആ ഭ്രൂണം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ നാം കണ്ടതാണ്. ഒടുവിൽ അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സമയത്ത് പോലും
അവിടെ രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. അതെല്ലാം അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തെങ്കിലും അതെല്ലാം ചീറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ പോലും വലിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചയായതും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും കൂടിയായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതാണ്. ഇത് തെരഞ്ഞെടുപ്പിലൊരു പ്രതിരോധത്തിലാവാൻ ഇടയാക്കുമോ എന്നുള്ള സംശയവും കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ജനകീയ മുഖത്തെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് തിരയുന്നതും. അവിടെയാണ് രമേശ് പിഷാരടി എന്ന പേര് തന്നെ പ്രശസ്തമാവുന്നത്. രമേശ് പിഷാരടി ഏത് സമയത്താണ് കോൺഗ്രസിലേക്ക് കൂടുതൽ അടുത്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ധർമ്മജൻ ബോൾഗാട്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അന്ന് ധർമ്മജന് വേണ്ടി നേരിട്ട് കളത്തിലിറങ്ങിയ പിഷാരടി പിന്നീട് സജീവ കോൺഗ്രസ് പ്രവർത്തനമായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. രാഷ്ട്രീയത്തിൽ സജീവമായതോടെ അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ ചില വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, സൂചിപ്പിച്ചിട്ടുമുണ്ട്. സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പുറത്താക്കലാണെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞെങ്കിലും അതൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും ഇത്തരം നിലപാടുകൾ എടുക്കുന്നവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം സിനിമാ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിനിമാ ലോകത്തിൻ്റെ പുതിയ കാര്യമൊന്നുമല്ല. മലയാള സിനിമ സംബന്ധിച്ച് മിക്ക സംഘടനകളും നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ ചായ്വുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം രാഷ്ട്രീയം തുറന്നു പറഞ്ഞ സിനിമക്കാർക്ക് പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ടെന്നും അത്തരത്തിൽ ഡയറക്റ്റായിട്ട് രാഷ്ട്രീയം പറയുന്ന പല സിനിമക്കാരും പറഞ്ഞിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം പിഷാരടിയോട് ഇത്തവണ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ സംസാരിച്ചതും നമുക്കറിയാം. അവിടെ രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പണ്ട് മുതലേ കോൺഗ്രസ് ആണ്, പക്ഷേ അത് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സജീവമായി സംസാരിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ധർമ്മജൻ ബോൾഗാട്ടി മത്സരിക്കുന്ന സമയത്താണ് രമേശ് പിഷാരടി സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നതും പിന്നീട് വ്യക്തമായും ശക്തമായ രീതിയിൽ രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നതും. അത് പിന്നീട് ഒരു സമയത്ത് ശ്രീകണ്ഠൻ നായർ ഷോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് 24 ഷോയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ആയെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും ഉണ്ടാകില്ല, എല്ലാവരും സ്വീകരിക്കും. എന്നാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ മാത്രം അതെങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുള്ള ഈ പ്രസക്തമായ ചോദ്യം വന്ന് ശ്രീകണ്ഠൻ നായരോട് രമേശ് പിഷാരടി ചോദിച്ചതാണ്. അത് വലിയ വൈറലായതുമാണ്. അങ്ങനെ വലിയ തരത്തിൽ രമേശ് പിഷാരടിയെ സിനിമകളിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായെന്നും പറയാതെ പറഞ്ഞു വെച്ച സാഹചര്യങ്ങളുണ്ട്. അതുപോലെ പലർക്കും അത്തരത്തിലുള്ള രീതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ്. തൃപ്പൂണിത്തുറയിലെ അല്ലെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് രമേശ് പിഷാരടിയോട് ചോദിച്ചപ്പോൾ പാലക്കാട് മത്സരിക്കാമെന്നൊരു സന്നദ്ധതയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം. ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനൊരു അഭിമാന പ്രശ്നമാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലൂടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ പ്രശ്നശേഷം അവിടെ ഇനി ആര് അല്ലെങ്കിൽ രാഹുലിന് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോഴത്തെ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. രാഹുലിന് ശേഷം ഇനി രമേശ് പിഷാരടിയാണ് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിച്ചാൽ മെട്രോമാൻ ഇ ശ്രീധരൻ വന്ന സമയത്താണ് പാലക്കാട് ഇത്ര വലിയൊരു രാഷ്ട്രീയ പോരാട്ടങ്ങളെല്ലാം നടന്നത്. കോൺഗ്രസ് സുരക്ഷിതമെന്ന് കരുതിയ സീറ്റിൽ അന്ന് ഇ ശ്രീധരൻ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. അന്ന് ഷാഫി പറമ്പിലിന് ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാനും കഴിഞ്ഞത്. പക്ഷേ തൊട്ടടുത്ത ഇലക്ഷനിൽ ഷാഫി അത് 10,000-ന് മുകളിലുള്ള വലിയ ഭൂരിപക്ഷമാക്കി മാറ്റുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് പഴയൊരു ഇടതുകോട്ട തന്നെയായിരുന്നു. CPM-ന്റെ KK ദിവാകരനൊക്കെ ജയിച്ചു വന്ന സ്ഥലം പിന്നീട് അവിടെ ഇടതുപക്ഷത്തിന് അടിപതർന്ന അടിത്തറ തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനും കഴിഞ്ഞത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമായി പാലക്കാട് പിന്നെ മാറുകയായിരുന്നു. നഗരസഭയിൽ ഉൾപ്പെടെ അവർക്ക് വലിയ കരുത്തുമുണ്ട്. പലപ്പോഴും പറയപ്പെടുന്നത് കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് വോട്ടുകൾ ചോരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അടിത്തട്ടിലെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും CPM-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ BJPയിലേക്ക് പോകുന്നതെന്ന് കാണാനും കഴിയും. അവിടെ CPM-ലെ വിഭാഗീയത വളരെ കൂടുതലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പോയത് ഇതിൻ്റെ തെളിവ് കൂടിയാണ്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാതെ വന്നപ്പോഴാണ് അവർ കോൺഗ്രസ് നിന്നും രാജിവെച്ചൊന്ന് സരനെ ഒപ്പം കൂട്ടിയതും. എന്നാൽ സരൻ്റെ വരവ് CPM-ന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് എപ്പോഴും വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പരീക്ഷണത്തിനാണ് CPM തയ്യാറെടുക്കുകയും ചെയ്യുന്നതെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് പിഷാരടിയിലൂടെ നൽകാനാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ നിൽക്കുക. അപ്പോഴും CPM നേതൃത്വം വീണ്ടും സരനെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതകളാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോഴും കൃത്യമായ വോട്ട് മാർജിൻ അവിടെ സരന് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായ വൈകാരിക രംഗങ്ങളെല്ലാം പലരും കണ്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 11 ദിവസത്തോളത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസിലെ നേതാക്കളടക്കം അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ അന്ന് പാലക്കാട് കിട്ടിയ സ്വീകാര്യതയ്ക്ക് വളരെ വലുതുമാണ്. നമുക്കറിയാം അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ രാഹുലിന് ലഭിച്ച സ്വീകരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ പലർക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇതൊന്നും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ പീഡനാരോപണം വരുമ്പോൾ തന്നെ അവിടെ
രാഹുൽ ലഭിച്ച സ്വീകാര്യതയും വളരെ വലുതായിരുന്നു. ചാനൽ ചർച്ചയിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയെന്ന് എല്ലാവർക്കും പറയാം. അങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും സമരമുകളിൽ അദ്ദേഹം കാട്ടിയ ആവേശം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാരുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് വ്യക്തമായതുമാണ്. അത്തരമൊരു രാഷ്ട്രീയ പരിസരത്തേക്ക് പിഷാരടിയെ പോലൊരു മുഖം വരുമ്പോൾ അത് മണ്ഡലത്തിൽ വലിയ ഓളം സൃഷ്ടിക്കുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. രാഹുലിന് കിട്ടിയ ആ ഒരു ജനപ്രതി പിഷാരടിക്കും കിട്ടുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഉറപ്പുമുണ്ട്. ചിരിയിലൂടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പിഷാരടിക്ക് അധിക സമയമൊന്നും വേണ്ട. BJPയിൽ നിന്നും വോട്ടുകൾ പിടിക്കാനും നിഷ്പക്ഷ വോട്ടുകൾ നേടാനും പിഷാരടിക്ക് സാധിക്കുമെന്നാണ് കോൺഗ്രസും വിലയിരുത്തപ്പെടുന്നത്. BJP ഇത്തവണ ആരാണ് നിർത്തുന്നതെന്നതും ഈ പോരാട്ടത്തിൽ നിർണായകം കൂടിയാണ്. കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കൂടാനേ സാധ്യതയുള്ളെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പ്രധാനമായി ഇവിടെ കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ശക്തമായ മുഖം BJP കൊണ്ടുവന്നാൽ പോരാട്ടം അവിടെ കടുക്കുകയും ചെയ്യും. അപ്പോഴും പിഷാരടിയുടെ സരസമായ പ്രസംഗങ്ങൾ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളെ തകിടം മറിക്കാൻ സഹായിക്കുകയും ചെയ്യും. ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് പരിചിതമായൊരു മുഖം എന്നത് വലിയൊരു പ്ലസ് പോയിന്റാണ്. അവിടെയാണ് ഇപ്പോഴത്തെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി, P സരൻ എന്നിവർ സ്ഥാനാർത്ഥിയായി എത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. സിനിമയിൽ കാണുന്നത് പോലെയോ ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നത് പോലെയോ അല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന് പിഷാരടിക്ക് നന്നായി അറിയാം. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. തൃപ്പൂണിത്തുറ സ്വന്തം നാടായിട്ട് പോലും അത് മാറ്റിവെച്ച് പാലക്കാട് മത്സരിക്കാൻ പിഷാരടി കാണിക്കുന്ന ആത്മവിശ്വാസം കോൺഗ്രസ് അണികളിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കുന്നതും. ഷാഫി പറമ്പിലിന്റെ കൈവശമുള്ള ആ സീറ്റ് നിലനിർത്താൻ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ സ്വന്തം തട്ടകത്തിലെ ആ സീറ്റ് നിലനിർത്താൻ പിഷാരടിയേക്കാൾ മികച്ചൊരു പേര് നിലവിൽ കോൺഗ്രസിന് മുന്നിലുമില്ല. ഓരോ കാര്യത്തിലും അല്ലെങ്കിൽ ഓരോ ബൂത്തിലും ഷാഫിക്ക് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ ആ നെറ്റ്വർക്കും പിഷാരടിയുടെ വ്യക്തിപ്രഭാവവും ചേരുമ്പോൾ പാലക്കാട് നിയമസഭ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും എളുപ്പമാകുമെന്ന് തന്നെയാണ് പാർട്ടിയും കണക്കുകൂട്ടുന്നത്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും വിവാദങ്ങളിൽ പെടാത്ത വ്യക്തിത്വവും പാലക്കാട്ടെ വോട്ടർമാരെ ആകർഷിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെയും കണക്കുകൂട്ടൽ. ഷാഫി പറമ്പിലിന്റെ ശക്തമായ പിന്തുണയും പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ കരുത്തും നൽകുന്നുണ്ട്. CPM സരനെ നിർത്തുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. വെറുതെ ഒന്ന് വന്നു പോകുന്ന സെലിബ്രിറ്റി എന്നതിനപ്പുറം മണ്ഡലത്തിൽ തങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പിഷാരടി തയ്യാറായാൽ പാലക്കാട് ഇത്തവണ മറ്റൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഇതൊന്നും കൂടാതെ ഘടകകക്ഷികളായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളും പിഷാരടിയുടെ പേര് സജീവമായി ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് സീറ്റുകളിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ നിർത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിക്കാനാണ് പിഷാരടിയെ പാലക്കാട് തന്നെ പരിഗണിക്കുന്നത്. പാലക്കാട് ആര് നിന്നാൽ ജയിക്കുമെന്ന ചർച്ചകൾക്ക് അവസാന വാക്ക് പിഷാരടിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളമെല്ലാം ഉറ്റുനോക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ കടുംപിടുത്തവും പിഷാരടിയുടെ സന്നദ്ധതയും ഒത്തുചേർന്നാൽ ഇത്തവണ പാലക്കാട് മണ്ഡലം ഒരു സ്റ്റാർ പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോവുക. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. രാഷ്ട്രീയ കേരളത്തിലെ പുതിയ ചലനങ്ങൾ അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ട ഇനി നിമിഷങ്ങൾ മാത്രമാണ് കാത്തിരിക്കാനുള്ളത്, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് കാത്തിരിക്കാനുള്ളത്. കാരണം ഇതാ ഇവിടെ പൊതുയാത്രയുടെ അവസാനം കഴിയുമ്പോഴേക്കും ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം വലിയ തരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി അങ്ങോട്ട് ഇലക്ഷന്റെ കോലാഹലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.